ബൂത്ത് സമ്മേളനം ഇതിൻ്റെ ഒരു നമ്മുടെ കള്ളിക്കാട് ബൂത്ത് സമ്മേളനമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. എന്നെ സ്വാഗതം പറയാനാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. എൻ്റെ പേര് അരുൺ കള്ളിക്കാടെന്നാണ്. നമ്മുടെ കള്ളിക്കാട് ബൂത്തിൻ്റെ സമ്മേളനമാണ് ഇവിടെ വളരെ ഭംഗിയായി ഇവിടെ നടന്നു വരുന്നത്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ കള്ളിക്കാട് ബൂത്തിൻ്റെ ബൂത്ത് പ്രസിഡന്റ് വാസുദേവൻ ആചാര്യയ്ക്ക് ഞാൻ കള്ളിക്കാട് ബൂത്ത് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ BJP വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യമെങ്കിലും BJP അധികാരത്തിൽ വരും. ഇവര് കാണിക്കുന്ന ഇത്തരത്തിലുള്ള അവികസനത്തിനെതിരെ, ഈ ചടയമംഗലത്തെ അവികസനത്തിന്റെ അഗാധ ഘട്ടത്തിലേക്ക് ഇവർ ചവിട്ടിത്താട്ടിനെതിരെയുള്ള ഒരു വികാരം BJPക്ക് അനുകൂലമായിട്ട് വന്നാൽ, BJP അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. BJP അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഇവിടെ ചടയമംഗലത്തിൽ ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ BJPയെ കാണുന്നത്. ആ പ്രതീക്ഷ നമുക്ക് നിറവേറ്റാൻ സാധിക്കണം. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കണം. ഈ ബൂത്ത് കൺവെൻഷൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ വാർഡിലായാലും ശരി, മറ്റുള്ള പഞ്ചായത്തുകളിലായാലും ശരി, BJPയുടെ പ്രവർത്തനങ്ങളെ നയിക്കുവാൻ പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു ബൂത്ത് കൺവെൻഷൻ ആകട്ടെ. ഈ ബൂത്ത് കൺവെൻഷൻ അതിന് പ്രചോദനം നൽകട്ടെ. ഇവിടെ നമ്മളിപ്പോൾ നിശ്ചയിക്കുന്ന ഇവിടെ ബൂത്ത് പ്രസിഡന്റായിട്ട് പുതിയ പ്രസിഡന്റ് നമ്മൾ നിശ്ചയിക്കുന്നുണ്ട്. അതുപോലെ പുതിയ ഭാരവാഹികളെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്നിപ്പം പുതിയ പ്രസിഡന്റ് മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ. കാരണം പ്രസിഡന്റ് മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ. ഇതൊരു കമ്പനി സ്ഥാപിച്ച് വലിയ തരത്തിൽ അതിനെ വിജയത്തിലെത്തിച്ചതിന് ശേഷം വോഡഫോൺ കമ്പനിയുമായിട്ട് ലയിച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിൽ നിന്ന് മാറുന്നത്. അതുപോലെ ഏഷ്യാനെറ്റ് എന്ന ചാനൽ നമുക്കറിയാം, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഏറ്റവും വലിയ ചാനലാക്കി ഏഷ്യാനെറ്റ് മാറ്റിയൊരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ശോഭിച്ചിട്ടുള്ള ഇറങ്ങിയിട്ട്, അതുപോലെ കേന്ദ്രമന്ത്രിയായിരുന്നു. നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രി ആവണമെങ്കിൽ അത്രമാത്രം സെലക്ടഡ് പേഴ്സൺസിനെ ആൾക്കാരെ മാത്രമേ നരേന്ദ്രമോദി എടുക്കാറുള്ളൂ. അപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമായ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ വലിയ കഴിവുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിച്ചിട്ടേ അദ്ദേഹം മാറുമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം, ചിലപ്പോൾ അധികാരത്തിൽ തന്നെ BJP എത്താം എന്നുള്ള ഒരു സാധ്യതയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മെമ്പർ അവർക്കെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ പുതിയ ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. പുതിയ പ്രസിഡന്റ്, പുതിയ സെക്രട്ടറി എല്ലാം പഴയ ആൾക്കാരെല്ലാം ഓരോ മേഖലയിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. പുതിയ ബൂത്ത് പ്രസിഡന്റ്, പുതിയ സെക്രട്ടറി എല്ലാം നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ഈ കള്ളിക്കാട് വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന എന്ത് സഹായ സഹകരണവും ഏത് നിമിഷവും ഉണ്ടാവുമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് സത്യം ചെയ്യുകയാണ്. ഇപ്പൊ ഈ ഉടനെ നമുക്ക് ഇവിടെ പിന്നെ പഞ്ചായത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് ആൾക്കാർ നോക്കിയിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കണം. ഒരുപാട് പേരുണ്ട്. പ്രായപൂർത്തി 18 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി നമ്മൾ കുറെ ആൾക്കാർ ഏത് സമയത്തും ഇല്ല, നമ്മളും വരും. അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നിങ്ങളെ മാത്രം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകുന്ന പരിപാടിയൊന്നുമില്ല. വാസുകണ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ചേഷ് അവർ, പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് മോഹനപിള്ള, വാർഡ് മെമ്പർ ശ്രീ സിന്ധു ചേച്ചി, ശ്രീ ഗോപാലകൃഷ്ണൻ സാറ്, ശ്രീ